റിയ ബേബിയും ഒപ്പം ബിനിലും പ്രദീപ് ജോസഫും കോടതിയിലുണ്ട്. കോടതിയുടെ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ നേരത്തെ റിയയും പ്രദീപ് ജോസഫും ബിനിലും പങ്കുവച്ചിരുന്നു. പ്രധാനമായും വാദിച്ചത് പരമാവധി ശിക്ഷ നൽകരുത്, വധശിക്ഷ ഒഴിവാക്കി കിട്ടണം എന്ന ആവശ്യമാണ് CK ശ്രീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല, പ്രതികൾക്ക് മുൻപ് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചരിത്രമില്ല തുടങ്ങിയ വാദങ്ങളാണ് CK ശ്രീധരൻ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കല്ലിയോട്ടെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൃപേഷിന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. എത്ര കാലമായി ഈ കണ്ണീർ കേരളം കാണുകയാണ്? സമാനമായി എത്ര സംഭവങ്ങളാണ് നമ്മൾ ഇത്തരം കണ്ണീർ കാണുന്നത്? പിന്നീട് പല കേസുകളും ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ രതീഷ്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും അല്ലാതെയുള്ള കൊലപാതകങ്ങളിൽ കണ്ണീരണിഞ്ഞ അമ്മമാരിൽ അവസാനത്തെ കണ്ണികളിൽ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. കഴിഞ്ഞ ദിവസം 14 പേരെയാണ് CPM MLA അടക്കം 14 പേരെയാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയത്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള 14 പേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. റിയ ബേബിയുണ്ട്. റിയ, കോടതിയിൽ ഇതുവരെ ഇന്ന് സംഭവിച്ചത് എന്തെല്ലാം? കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇന്ന് നടന്നത്. രാവിലെ 11 മണിക്ക് CBI പ്രത്യേക കോടതി ചേർന്നു. പ്രതിഭാഗം ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം അഭിഭാഷകനായ ശ്രീധരൻ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പെരിയ ഇരട്ടക്കൊലപാതക കേസിനെ കാണരുത് എന്നതാണ്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകണം, വധശിക്ഷയിലേക്ക് പോകരുത്. ഇതിൽ സാക്ഷിമൊഴികളിലടക്കം വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതികൾക്ക് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകനായ ശ്രീധരൻ കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ മുൻ MLA ആയ KV കുഞ്ഞിരാമൻ, അദ്ദേഹം ഇത്തവണയും മുന്നോട്ട് വെച്ചത് തന്റെ പ്രായമായ അമ്മ, പ്രായമടക്കമുള്ള കാര്യങ്ങൾ ശിക്ഷാ ഇളവിന് വേണ്ടി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ കാണരുതെന്നും മറ്റ് സമാനമായ ഡൽഹി കേസുകൾ അടക്കം മുന്നോട്ട് വെച്ച് ആ കേസുകളിലൊന്നും ഒരു വധശിക്ഷയിലേക്ക് കോടതി പോയിട്ടില്ല എന്ന കാര്യം ഈ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇപ്പോൾ ബിനിലൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇന്ന് കോടതിയിൽ അഭിഭാഷകൻ ശ്രമിച്ചത് പരമാവധി ഇളവ് ലഭിക്കുക എന്ന കാര്യം പല വാദങ്ങളും മുന്നോട്ട് വെച്ചാണ്. എങ്ങനെയാണ് ആ വാദങ്ങളെ കാണുന്നത്? 12-15 ശിക്ഷാവിധി വരികയും ചെയ്യും. റിയ, ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാ പ്രഖ്യാപനം വരാൻ പോകുന്നത് 12:15-നാണ്. അതായത് ഇനി 1 മണിക്കൂർ പോലും ശേഷിക്കുന്നില്ല. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് വധശിക്ഷയിലേക്ക് പോകുമോ അതോ ജീവപര്യന്തം ശിക്ഷയിൽ ഒതുങ്ങുമോ? അതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പരമാവധി ശിക്ഷയിലേക്ക് പോകരുത് എന്ന വാദമാണ് ആവർത്തിച്ച് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൽഹി സ്ഫോടന കേസിന്റെ വിധിന്യായം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ ജീവപര്യന്തത്തിനപ്പുറത്തേക്ക് പോകരുത് എന്ന് കോടതിയെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. പക്ഷേ CBIക്ക് വ്യത്യസ്തമായ നിലപാട് തന്നെയാണുള്ളത്. CBIയുടെ വാദവും കോടതി കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് 12:15-ന് ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഇരട്ട കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന വിധി വേണം എന്ന് അവർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ കൊലക്കുറ്റം, അതായത് IPC 302 120B ഗൂഢാലോചന, ഇതിൽ രണ്ടിലുമാണ് പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന ശിക്ഷ വരാൻ പോകുന്നത്. ഈ പ്രതികളുടെ കാര്യത്തിൽ, അതായത് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10-15 പ്രതികളും, അവർക്കെതിരെ കോടതി മുമ്പാകെ CBI കൊണ്ടുവന്നിരുന്ന മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞിട്ടില്ല. 6 കുറ്റങ്ങൾ മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ IPC 143, 147, 341, 149 ഈ കുറ്റങ്ങൾ കൂടി തെളിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ശിക്ഷയും കൂടി ഇന്ന് കോടതി പ്രഖ്യാപിക്കും. പക്ഷേ ഈ കൊലപാതകവും ഗൂഢാലോചനയും കഴിച്ചുള്ള ബാക്കി 4 കുറ്റകൃത്യങ്ങളും അത് വളരെ ചെറിയ ശിക്ഷ മാത്രം ലഭിക്കുന്നതാണ്. അത് ഈ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും K മണികണ്ഠനും രാഘവൻ വെളുത്തോളിയും അടക്കമുള്ളവർക്കെതിരെ വരുന്നത്. അത് പരമാവധി എത്ര ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റമായി മാറാൻ സാധിക്കും? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMന്റെ ഉദുമയിലെ മുൻ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയെന്നതാണ്. കുഞ്ഞിരാമനെതിരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റമാണ് ഇപ്പോൾ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നത്. IPC 225. അത് KV കുഞ്ഞിരാമനെതിരെ മാത്രമല്ല, K മണികണ്ഠനുണ്ട്, KV ഭാസ്കരനുണ്ട്, രാഘവൻ വെളുത്തോളിയുണ്ട്. ഈ 4 പേരാണ് ഈ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായി ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നത്. ഈ 4 പേർക്കുമെതിരെ പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ എന്നത് 2 വർഷം ശിക്ഷയാണ്. അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ തവണ കോടതി അവരെ ജാമ്യത്തിൽ തുടരാൻ അനുവദിച്ചത്.
അനുവദിച്ചത്. സ്വാഭാവികമായും അവർക്കുള്ള ശിക്ഷ 2 വർഷത്തിൽ താഴെയാകുമ്പോൾ അവർ ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്യും. അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവസരവും ഉണ്ടാവും. ഈ കേസിൽ ജയിലിലേക്ക് പോകാൻ പോകുന്നത് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10ഉം 15ഉം പ്രതികളുമാണ് ജയിലിലേക്ക് പോകാൻ പോകുന്നത്. അതായത് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത് എന്നതാണ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കണ്ടെത്തൽ. അവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി. മറ്റുള്ളവർ തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചനയുടെ ഭാഗമായി പങ്കെടുത്തവർ, അങ്ങനെയുള്ളതാണ്. അവരുടെ ശിക്ഷാവിധി കൂടിയാണ് വരാൻ പോകുന്നത്.